ഹലോ എവ്രി വൺ. ഇന്ന് ഞങ്ങൾ മൈസൂർ സൂ കാണാൻ വേണ്ടി പോവാണ്. അതെന്താന്ന് പറയട്ടെ. ഇച്ചോട്ടനാണെങ്കിൽ ആനിമൽസിനെയൊക്കെ കാണുമ്പം വെറൈറ്റി ഓഫ് സൗണ്ട്സും റിയാക്ഷൻസും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി അവൻ്റെ റിയാക്ഷൻസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ മൈസൂർ സൂ പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തത്. എപ്പോഴും ഞങ്ങൾ ലേറ്റ് ആണല്ലോ. എന്തായാലും 4 മണിക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. 5 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂർ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചായനും ഞാനും മസാല ദോശയാണ് ഓർഡർ കൊടുത്തത്. എബിക്കുട്ടനാണെങ്കിൽ പ്ലെയിൻ റോസ്റ്റുമാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. ഞങ്ങളിപ്പോൾ മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് എത്തി. എന്ത് പറഞ്ഞാലും ഈ ഫോറസ്റ്റിൽ കൂടെ പോകുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മൾ ചില സ്ഥലങ്ങൾ എത്ര കണ്ടാലും നമുക്ക് മടുക്കേയില്ല. അതുപോലെ ഒരു സ്ഥലമാണ് മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ 2 സൈഡ് നോക്കിയിരിക്കുകയാണ് എവിടെയെങ്കിലും ആനിമൽസിനെ സ്പോട്ട് ചെയ്യുന്നുണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ ഡിയറിനെയും പീകോക്കിനെയും എലിഫൻറ്റിനെയും ഒക്കെ കണ്ടു. ഞങ്ങൾ മൈസൂർ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ പോകുന്നത്. ഞങ്ങൾ കുറേ വട്ടം പോയിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ വ്ളോഗിങ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്നും സ്റ്റാർട്ടായിട്ടില്ലായിരുന്നു. സോ അന്ന് പോയ എല്ലാ സ്ഥലത്തു നിന്ന് ഞങ്ങൾ പിന്നെയും പോയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് യൂട്യൂബ് വഴി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സും ഫാമിലീസും പറഞ്ഞു നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ. അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ 2 പേരുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ പപ്പായും മമ്മിയായാലും എൻ്റെ മമ്മിയായാലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഫോൺ വിളിച്ച് ചോദിക്കും എന്താ ഇന്ന് വീഡിയോ ഇടാഞ്ഞത് എന്ന് ചോദിക്കുന്ന ഫാമിലി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇതും കൊണ്ട് എന്തെങ്കിലും കിട്ടുമോ, ഇതിന് വല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫാമിലി പറഞ്ഞു പറയേണ്ടവരെല്ലാം പറഞ്ഞോട്ടെ, നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ വ്ളോഗ് ചെയ്യുക, വീഡിയോസ് ഇടുക എന്നേ പറയുള്ളൂ എപ്പോഴും. അങ്ങനെ കുറേ പേര് ഇച്ചായനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ റീൽസ് കാണാറുണ്ട്, നിങ്ങളുടെ ഈ കോമഡി റീൽസ് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും വരുന്നത്, നിങ്ങളുടെ റീല് കാണുമ്പോൾ ഞങ്ങൾക്ക് സ്ട്രെസ് റിലീഫാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക ഹാപ്പിനെസ് തന്നെയാണ്. അയ്യോ, നമ്മൾ സംസാരിച്ച് മൈസൂർ എത്തിയിട്ടാ. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി കിലോമീറ്റേഴ്സ് ഉള്ളൂ മൈസൂർ സൂവിലെത്താൻ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചു കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറ്റാം, അവരെ ഒന്ന് ഫ്രഷ് ആക്കാം. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ലഞ്ചായാലും കുറുക്കായാലും എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഇച്ചോട്ടിന് കുറുക്കൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മൈസൂർ സൂവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചൂടൊരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് മൈസൂരിൽ. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും എക്സ്ട്രീം ആയിരിക്കുമല്ലോ എന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഇച്ചാനും പറയുന്നുണ്ടായിരുന്നു ഊട്ടി തന്നെ ബെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ മൈസൂർ സൂവിലെത്തി. പാർക്കിങ്ങിലാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തു. പിന്നെ ഇച്ചായനാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ്സിലാണെങ്കിൽ പില്ലോസും ബ്ലാങ്കറ്റും ഒക്കെ സെറ്റ് ചെയ്തു. ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ വെയിലടിക്കുമ്പോൾ സ്റ്റിയറിങ്ങും ഇതൊന്നും പിടിക്കാൻ പറ്റില്ല. അതുപോലെ വെയിലടിച്ച് നമുക്ക് വണ്ടി പോലും ഇരിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇച്ചായൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇത് ബാഗേജിൻ്റെ ചെക്കിംഗ് കൗണ്ടറാണ്. ഞാനാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ബിസ്ക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 10 രൂപ കൊടുത്തിട്ട് ഒരു സ്റ്റിക്കർ അവർ തരും. ആ സ്റ്റിക്കർ നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒട്ടിച്ച് തരും. പിന്നെ അത് കഴിയുമ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ വാപ്പർ കൊണ്ടുപോയിട്ട് നമ്മളവിടെ കൊടുക്കുകയാണെങ്കിൽ ആ 10 രൂപ നമുക്ക് റീഫണ്ടബിൾ ആണ്. നേരത്തെ ഇതല്ലായിരുന്നു മൈസൂർ സൂവിൻ്റെ എൻട്രൻസ്. നമ്മൾ പാർക്കിങ്ങിൽ നിന്നാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ടായിരുന്നു എൻട്രൻസിലേക്ക് വരേണ്ടത്. അത് ഭയങ്കര ഒരു റിസ്ക് ആയിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അവർ അകത്തിൽ കൂടെ തന്നെ കണക്ട് ചെയ്ത് സൂവിലേക്ക് വരാൻ വേണ്ടി ഒരു വേ ഉണ്ടാക്കി. അതുകൊണ്ട് കുട്ടികളായിട്ട് വരുമ്പം നമുക്ക് സേഫായിട്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറാം. അങ്ങനെ ഇച്ചായനാണെങ്കിൽ ടിക്കറ്റ് മേടിക്കാൻ പോയി. അഡൾട്ടിന് 100 റുപ്പീസേ ഉള്ളൂ, കുട്ടികൾക്ക് ചാർജ് ഇല്ല.
ഇച്ചൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആനിമൽസിനെ കണ്ടപ്പം. വെറൈറ്റീസ് ഓഫ് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കേജിൻ്റെ അകത്തായതുകൊണ്ട് അവൻ അതിനെ പോയി തൊടണമെന്നാണ്. പക്ഷെ അത് കേജിൻ്റെ അകത്താണല്ലോ. പിന്നെ അവൻ താഴെ ഇറങ്ങാൻ നോക്കുമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങി അതിനെ പോയി തൊടണമെന്നൊക്കെ ആയിരുന്നു അവൻ്റെ ആഗ്രഹം. അതുപോലെ എബിക്കുട്ടനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആനിമൽസിനെ കണ്ടു കഴിഞ്ഞു. ഓരോ ആനിമൽസിനെ കാണാൻ ഡാഡാ അമ്മമ്മ ഇത് നോക്ക് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എബിക്കുട്ടനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു ദിവസം ഫുള്ള് മൈസൂർ സൂ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് ആനിമൽസ് ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ കുറേ കിലോമീറ്റേഴ്സ് നടക്കാനും ഉണ്ട് കേട്ടോ. പിന്നെ നടക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും മൈസൂർ സൂ വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇവിടെ ഇലക്ട്രിക്കൽ ബഗ്ഗി സർവീസും ഉണ്ട് കേട്ടോ. ഇച്ചായൻ പറഞ്ഞതായിരുന്നു നമുക്കതിൽ പോകാമെന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ നമുക്ക് നടന്ന് തന്നെ ആനിമൽസിനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞതൊരു അബദ്ധമായോ എന്നൊരു സംശയമുണ്ട്. നടന്ന് ആകെ അങ്ങ് ടയേർഡായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നു ടയേർഡായോ? ഇല്ല, ഞാൻ കൂളായിട്ട് തന്നെ പറഞ്ഞു ടയേർഡൊന്നും ആയിട്ടില്ല എന്ന് ഞാൻ കൂളായിട്ടിരുന്നു. പക്ഷെ കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് ചായനോട് ഞാൻ ചോദിക്കുന്നു ചായ ജിറാഫിനെ കാണുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഈ മൈസൂർ സൂവിൻ്റെ ലാസ്റ്റ് ആനിമൽ ജിറാഫിനെയാണ് കാണുന്നത്. അപ്പോൾ ജിറാഫിനെ കാണുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. അതിൽ തന്നെ ഇച്ചായന് മനസ്സിലായി ഞാൻ ആകെ ടയേർഡായി. അതിൻ്റെ കൂടെ ഇച്ചൂട്ടനെ ആണെങ്കിലും എടുത്ത് നടക്കണമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞാനും ഇച്ചായനും മാറി മാറി ഇച്ചൂട്ടനെ എടുക്കുകയായിരുന്നു. We've been living in sin so long, all the fields are gone. Fella stopped me on the street last night, said everything's alright. Roller coaster, make it through the day, alright. It seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. Now you're cooking on high heat in the middle of the street. Roller coaster, take me to a better time. Let's go. ഭയങ്കര ചൂടാ. ഞങ്ങൾ സീബ്ര വരെ എത്തി. അപ്പോഴത്തേക്ക് ചെയർ കണ്ടപ്പോൾ ബെഞ്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നു. നമുക്ക് കുട്ടിയാ ബെസ്റ്റ്. നാട്ടിൽ ഇതിലും ചൂടാന്ന് പറഞ്ഞു. എന്താണ് നാട്ടിൽ പോയുള്ള അവസ്ഥ? ഇവിടുന്ന് ഇനി റെസ്റ്റോറൻറ്റ് 1 കിലോമീറ്ററും കൂടി ഉണ്ട് നടക്കാൻ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ ഇവിടെ ആണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഇനി ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ കൊടുത്തത്. പിന്നെ ഗോബി മഞ്ചൂരിയനും ഓർഡർ കൊടുത്തു. പിന്നെ എബിക്കുട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എബിക്കുട്ടൻ ഐസ്ക്രീമും ഓർഡർ കൊടുത്തു. ഇനിയും കഴിച്ചിട്ട് വേണം, ഇനിയും കുറേ ആനിമൽസിനെ കാണാനൊക്കെ ഉണ്ട്. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ആനിമൽസിനെ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. അങ്ങനെ ഇച്ചായൻ ചോദിച്ചു നിനക്ക് ഐസ്ക്രീം വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണ്ടെന്ന്. ഇച്ചായൻ അങ്ങനെ കുൽഫി ഐസ്ക്രീം ഓർഡർ കൊടുത്തു. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്കങ്ങനെ കുൽഫി ഐസ്ക്രീം ഇഷ്ടമല്ല, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടി ഈ ചൂടത്ത് നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ആഫ്രിക്കൻ എലിഫൻറ്റിനെ കണ്ടു. ആകെ ക്ഷീണിച്ചൊരു ആഫ്രിക്കൻ എലിഫൻ്റ് ആയിരുന്നു ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു അത് ഒരു ഏജ് ആയിട്ടുള്ള ആഫ്രിക്കൻ എലിഫൻ്റാണെന്ന് തോന്നുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, നടക്കുന്നതിൻ്റെ ഒരു ടയർഡ്നെസ്സേ ഉള്ളായിരുന്നു. പക്ഷെ വലിയ വെയിലൊന്നും അടിക്കുന്നില്ല. മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് വലിയ വെയിലൊന്നും അടിക്കുന്നില്ലായിരുന്നു, തണലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾ രണ്ടുപേരും ഭയങ്കര എൻജോയ് ചെയ്തു മൈസൂർ സൂവിൽ വന്നിട്ട്. എബിക്കുട്ടൻ എന്തായാലും നടന്നു. അവൻ ടയേർഡാണെന്നൊന്നും പറഞ്ഞില്ല, ഒന്ന് വിശക്കുന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ അവൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അവനെയും കൊണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ജിറാഫിനെ കണ്ടു. ജിറാഫിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. എന്ത് ഹൈറ്റായിരുന്നു ജിറാഫ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ബേബി ജിറാഫ് അതിൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു അതിനെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഫൈനലി കംപ്ലീറ്റ് ചെയ്തു. സൂ കണ്ട് ടയേർഡായി. ഞങ്ങൾ സൗണ്ട് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഭയങ്കര ടയേർഡായി ഞങ്ങൾ. ചെറുതിറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മൈസൂർ സൂവിൽ നിന്ന് ഇറങ്ങി. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.